എസെക്കിയേലിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ നോക്കി അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുന്ന എസെക്കിയേലിനോട് കർത്താവ് പറഞ്ഞു, ഈ അസ്ഥികളെ നോക്കിയിട്ട് ഉണങ്ങിപ്പോയ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാതെ അതിൻ്റെ മേൽ സാധ്യതയില്ലാത്ത, അതായത് ജീവൻ വെക്ക് എന്ന് പറയുവാൻ സാധ്യതയൊന്നുമില്ല, പക്ഷെ കർത്താവ് പറഞ്ഞു ആ ജീവനില്ലാത്തത് ജീവൻ വെക്കുവാൻ കൽപ്പിക്കുവാനാണ് എസെക്കിയേലിനോട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് കൽപ്പിക്കുന്നത്. അത് എസെക്കിയേലിന്റെ വാക്കല്ല പറയാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം പറയാനാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. എല്ലാ ദിവസവും നമ്മുടെ മുമ്പിൽ നമ്മളും ഇതുപോലെ നിർജീവമായ പല സാഹചര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യും. റിപ്പയർ ചെയ്യാൻ കഴിയാത്തതായ പലതിനെ നമ്മൾ ഫേസ് ചെയ്യും. ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം, നമ്മുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. പക്ഷേ ദൈവം എസെക്കിയേലിനെ ഇൻസ്ട്രക്ട് ചെയ്തതുപോലെ ഇന്ന് നമ്മളോടും കൽപ്പിക്കുന്നു, എത്ര നിർജീവമായ അവസ്ഥയാണെങ്കിലും അസംഭവ്യമെന്ന് പറയുന്ന സാഹചര്യമാണെങ്കിലും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ വാഗ്ദത്വവും നമ്മൾ ആ സാഹചര്യത്തെ നോക്കി വിളിച്ചു പറയുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് സാഹചര്യമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര നിർജീവമായി പോയ സാഹചര്യമായിക്കോട്ടെ, നടക്കത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യമായിക്കോട്ടെ, ആമേൻ, അതിനെ നോക്കി ദൈവവചനം പറ. ദൈവവചനം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സൗഖ്യത്തെ കൽപ്പിക്കുക, സമാധാനത്തെ ഡിക്ലെയർ ചെയ്യുക, അവൻ ദൈവിക പ്രൊവിഷനെ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് അനുഭവിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ ഉണങ്ങിയ അസ്ഥി എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്താണ് ഉണങ്ങിയ അവസ്ഥകൾ? അതിനെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ വചനത്തെ സംസാരിക്കുക, ദൈവവചനത്തെ അതിൻ്റെ മേൽ ഡിക്ലെയർ ചെയ്യുക, അതിൻ്റെ മേൽ ദൈവിക ആമേൻ യഥാസ്ഥാപനത്തെ ഡിക്ലെയർ ചെയ്യുക. അത് തന്നെ വിശ്വസിക്കുക. അത് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ജീവൻ റിലീസ് ചെയ്യുക. സാഹചര്യങ്ങളെ നോക്കി സാഹചര്യം പറയാതെ ദൈവത്തിൻ്റെ വചനമാകുന്ന സത്യം ആ സാഹചര്യത്തെ നോക്കി വിളിച്ചു പറയുക.